നിങ്ങൾ ഒന്നിനെ സ്നേഹിക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടമായതുകൊണ്ടാണ്, അല്ലേ? കാരണം നിങ്ങളൊരു വസ്തുവിനെ സ്നേഹിക്കുന്നത് തിരിച്ചെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. മെറ്റീരിയൽസ് ആണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്ത പലതിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവൂലേ? ചില പ്രോഡക്റ്റുകളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? എന്താണ് തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ലോ. അത് നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. വ്യക്തികളും അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, ഒരു വ്യക്തിയെ സ്നേഹിച്ചത് തന്നെ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടും നിങ്ങളൊരു കാര്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുമാണ് അതിനെ സ്നേഹിച്ചത്, അല്ലേ? ആ സ്നേഹം തന്നെയാണ് നിങ്ങൾക്കുള്ള റിവാർഡ്. ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നത്, ഞാന് ഒരാളെ സ്നേഹിക്കുന്നത് അത് എന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ ത്യാഗം സഹിച്ച് ആരെ സ്നേഹിക്കാൻ പോകാറില്ല. ഉണ്ടോ? സ്നേഹിക്കുന്നതെല്ലാം എന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. മറ്റേയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്.